പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ആന ഖഫഫല്ലാഹു അൻകും വഅലിമ അന്ന ഫീകും ളഅഫൻ. ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തന്നിരിക്കുന്നു, നിങ്ങളിൽ ബലഹീനതയുണ്ടെന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 1000 പേരുണ്ടായിരുന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം 2000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. ആദ്യം അള്ളാഹു അവരോട് കൽപ്പിച്ചത് ഒരാൾക്ക് 10 പേരെ കൊല്ലാൻ കഴിയും, നേരിടാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞത് ഒരാൾക്ക് 2 പേരെ നേരിട്ടാൽ മതി, നിങ്ങളിൽ ബലഹീനതയുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ബലഹീനത വരുന്നത്? കൂടുതൽ ആൾ വന്നു. അന്ന് ഉറച്ച ആൾക്കാരായിരുന്നു. നമുക്കറിയാം, തുടക്കത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എന്തിനും തയ്യാറായവരായിരുന്നല്ലേ. ജയിൽ ശിക്ഷ അനുഭവിക്കാനും വധശിക്ഷയുടെ ധൈര്യത്തോടുകൂടി, ഭഗത് സിംഗിനെ പറ്റിയൊക്കെ നമുക്കറിയാമല്ലോ, ധൈര്യത്തോടുകൂടി തൂക്കുകയറിലേക്ക് പോയ ആൾക്കാരാണ്. ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ ഒരുപാട് പേര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ഹനിക്കാൻ തയ്യാറായി. ഇപ്പം ആരെങ്കിലും ഹനിക്കാൻ തയ്യാറാവോ? എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയില്ലേ? ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാരണങ്ങളെ പറ്റി, ഇപ്പോൾ വൈദ്യുതി വർധന പിൻവലിക്കാൻ വേണ്ടി തുടക്കത്തിൽ ഇവർ ഒരു സമരം ചെയ്യും. അത് സർക്കാർ എന്ത് ചെയ്യും? പിന്നെ കുറച്ച് ചെറിയൊരു അടിച്ചമർത്തും. പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് പിൻവലിക്കും. അപ്പോൾ വൈദ്യുതി വർധന എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ച് സർക്കാർ കുറച്ച് കാലം മരവിപ്പിക്കും, ഒരു 2 മാസത്തേക്ക് മരവിപ്പിക്കും. പിന്നെ രണ്ടാമതും എന്ത് ചെയ്യും? സർക്കാർ എന്ത് ചെയ്യും? അതേപോലെ വൈദ്യുതി ചാർജ് കൂട്ടും. പിന്നെ ആദ്യം ഈ സമരം ചെയ്ത ഈ കോൺഗ്രസ് പ്രവർത്തകരൊന്നും ഉണ്ടാവില്ല, കാരണം അവർക്ക് മതിയായിട്ടുണ്ടാവും എന്ത് സമരം ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും ആ നേതാക്കന്മാർക്ക് ഇതൊക്കെ തന്ത്രമാണ്, ഇലുമിനാറ്റി തന്ത്രമാണ്. കാരണം ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടണമെന്ന് വെക്കുക. വൈദ്യുതി ചാർജ് കൂട്ടണമെങ്കിൽ ഇവരെന്ത് ചെയ്യും? ആദ്യം വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് പ്രഖ്യാപിക്കും. അപ്പം ഭയങ്കര സമരം. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് ഭയങ്കര സമരം ചെയ്യുമ്പോൾ ഈ ഇലുമിനാറ്റി ഭരണകൂടം ആരൊക്കെയാണ് നേതാക്കന്മാരെന്ന് കണ്ടെത്തും. മനസ്സിലായി? ഈ എന്ത് സമരം ചെയ്യുമ്പോൾ നേതാവ് ഉണ്ടാവില്ല. ഒറ്റക്ക് വെറുതെ ആരും പോയി ജനക്കൂട്ടങ്ങൾ സമരം ചെയ്യാറില്ല. ഈ നേതാവ് ഉണ്ടാവും. ആ നേതാവിനൊക്കെ ഒരു നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ സമരം ചെയ്ത് കുറച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് സർക്കാർ എന്തെങ്കിലും മരവിപ്പിക്കും. ആ വൈദ്യുതി ചാർജ് തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറയും. ഒരു 3 മാസത്തേക്ക് മരവിപ്പിക്കും. ഈ 3 മാസം മരവിപ്പിക്കുന്നത് വെച്ചാൽ ഇവർ ഈ നേതാക്കന്മാരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ നേതാക്കന്മാരെ വീട്ടിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യും? വലിയ തുക ഓഫർ കൊടുക്കും. ഓഫർ കൊടുത്തിട്ട് കേൾക്കാത്തവരെ ഭീഷണിപ്പെടുത്തും. നിങ്ങളെ ജോലി നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇന്നെ ജോലി ചെയ്യുക, അവരെ പിരിച്ചുവിടും, അല്ലെങ്കിൽ മക്കളെ കൊല്ലും, പല ഭീഷണിയും കൊടുക്കും. അപ്പോൾ ആ ഭീഷണി കേട്ടിട്ട് ഇവരെന്ത് ചെയ്യും? ഒന്നും മിണ്ടില്ല. അപ്പോൾ 3 മാസം രണ്ടാമത് എന്ത് ചെയ്യും? സർക്കാർ വൈദ്യുതി ചാർജ് കൂട്ടും. അപ്പോൾ ജനങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഈ നേതാവിന് വീട്ടിൽ പോകും. അല്ലയോ നേതാവ്, സർക്കാർ രണ്ടാമതും ഇത് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് സമരം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം, അത് സാരമില്ല, അതിപ്പം ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നികുതിക്ക് നമുക്ക് നികുതി പണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് സർക്കാരിന് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് അനുകൂലിച്ച് പറയും. ഇതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല സംഭവങ്ങൾ നടപ്പിലാവുന്നത് ഇവർ നേതാക്കന്മാർക്ക് എന്തെങ്കിലും കൊടുക്കും. നമുക്കറിയാൻ പാടില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ അറിയാമായിരുന്നു, ഞങ്ങളുടെ പ്രദേശത്തല്ല, ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്ത് പന്തീരങ്കാവ് ഒരു ടവർ വന്നിരുന്നു. മൊബൈൽ ടവർ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ജനങ്ങളൊക്കെ സമരം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ നേതാക്കന്മാർക്കൊക്കെ ഓരോ മൊബൈൽ ഫോണും 5000 രൂപയും കൊടുത്തു. പിന്നെ ആ സമരം കെട്ടടങ്ങുകയും ചെയ്ത് കമ്പനിക്കാരവിടെ ടവർ സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് തന്ത്രം. ഇത് ഇലുമിനാറ്റി തന്ത്രമാണ്. അപ്പോൾ അതിനു വേണ്ടി ഇവർ മനസ്സിലാക്കാൻ, ആരാണ് പിന്നെ നേതാക്കന്മാർ എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ഇലുമിനാറ്റികൾ ലോകം മുഴുവൻ പരതിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഒരു നേതാവ്? മഹ്ദി ഇമാം അല്ലെങ്കിൽ കൽക്കി അവതാരം എവിടെയാണ് ഉദയം ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ പല വിധത്തിലും ഞാൻ പറഞ്ഞല്ലോ, കബാല എന്നുള്ള ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അവർ, ഇലുമിനാറ്റികൾ, സാത്താനിസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ഓരോ മനുഷ്യരും ജനിച്ചു വീഴുന്ന രാശികൾ വരെ നോക്കിയിട്ട്, ഈ നല്ല മനുഷ്യരെപ്പോഴും നല്ല രാശിയിലാണ് ജനിക്കുക, നല്ല നക്ഷത്രത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തികളും നക്ഷത്രങ്ങളും ജന്മനക്ഷത്രങ്ങളൊക്കെ നോക്കി
പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇതൊക്കെ ഈ ആധാർ പിന്നെ ആധാർ ഇതിൽ ഡാറ്റകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് മഹദി ഇമാം. അപ്പോൾ അവർ ഒരു സാധാരണ ലോക്കൽ നക്ഷത്രങ്ങളിൽ ജനിക്കും, നല്ല നക്ഷത്രങ്ങളിലാണ് ജനിക്കുക. അത് എല്ലാക്കാലവും അങ്ങനെ തന്നെയാണ്. നല്ല കുടുംബത്തിലാണ് ജനിക്കുക. നമ്മുടെ പ്രവാചകൻ നല്ല കുടുംബത്തിലാണ് ജനിച്ചത്. ബനു ഹാഷിം കുടുംബത്തിലാണ്, ബനു മുത്തലിബ് കുടുംബത്തിലാണ് ജനിച്ചത്. പൊതുവെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് ജനിക്കുക. അള്ളാഹു കൊടുത്തൊരു ഓഫറാണത്. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മൊത്തം ജനങ്ങളെയും അവർ പരിശോധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഓരോ പിന്നെ ജനങ്ങൾക്ക് ദോഷകരമായ ഓരോ നടപടി സർക്കാരുകൾ കൈക്കൊള്ളുകയും അപ്പം ചില നേതാവിൻ്റെ കീഴിൽ ജനങ്ങൾ അണിനിരക്കുകയും ചെയ്യുമ്പോൾ ആ നേതാക്കന്മാരൊക്കെ ഒരു നോട്ടം വിടുകയും അവരുടെ നാളും കുറിയും ഒക്കെ പരിശോധിച്ച് അവർ കൽക്കി അവതാരമാണോ എന്നൊക്കെ പരിശോധിക്കുകയും അങ്ങനെ അവരെ കൊല്ലുകയും ചെയ്യും. ഇപ്പം ഒരു കൊല്ലാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ശരീരത്തിലൊക്കെ വാക്സിൻ കുത്തിക്കയറ്റിയതുകൊണ്ട് നാനോ ബോട്ട്സുകൾ അല്ലെങ്കിൽ ചില ഇരുമ്പ് തരികളൊക്കെ ഉള്ളത് കൊണ്ട് എളുപ്പം നമ്മളെ കൊല്ലാൻ കഴിയും. കാരണം അതൊരു പ്രത്യേക പിന്നെ ഡാറ്റകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രത്യേക രശ്മികൾ, കോസ്മിക് രശ്മികൾ ഉപയോഗിച്ച് ഈ ശരീരത്തിലെ ഇരുമ്പ് തരികൾ, വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് തരികളെ ഒരു പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിക്കും. അങ്ങനെ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാക്കുവാനൊക്കെ കഴിയും. വാക്സിൻ വെച്ച ഉടനെ നമ്മൾ വാക്സിൻ വെച്ച കൈയിൻ്റെ അടുത്ത് ഒരു ബ്ലേഡോ ഇരുമ്പിൻ്റെ സാധനം വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പിടിക്കുന്നത് കാണാം. എൻ്റെ വൈഫ് അങ്ങനെ വാക്സിൻ എടുത്തപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. അത് സംഭവം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. കാരണം ചില ഇരുമ്പ് തരികൾ ആണ് ഈ വാക്സിനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കൊല്ലാനൊക്കെ അവർ കഴിയും. അങ്ങനെ ഈ നേതാക്കന്മാരൊക്കെ അവർ കൊല്ലുകയും നമ്മുടെ നാളുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പിന്നെ അള്ളാഹു എന്ത് ചെയ്തു, എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എൻ്റെ ഉമ്മ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോകുമ്പോൾ ഞാൻ നവംബർ 12 ജനിച്ചത്. 1976 നവംബർ 12 ജനിച്ചത്. അപ്പം ആ സ്കൂളിലത്തെ അധ്യാപകൻ പറഞ്ഞു ചേർത്താൻ പോകുമ്പോൾ അത് നവംബർ 12. അപ്പം കുട്ടിക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടു, അത് നമുക്ക് മെയ് 25 മാറ്റാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ജന്മദിനം മെയ് 25 SSLC ബുക്കിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് കണ്ടെത്താനും കഴിയില്ല ഞാൻ മഹദി ഇമാമാണ് അല്ലെങ്കിൽ കൽക്കിയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. കാരണം നവംബർ 12 എന്ന് പറയുമ്പോൾ ഒരു പുണർദ നക്ഷത്രമായിട്ട് വരും. അപ്പം ഈ നല്ല വ്യക്തികളൊക്കെ അങ്ങനെ പുണർദം അങ്ങനെ നല്ല നക്ഷത്രങ്ങൾ നല്ല നാളുകളായി ജനിക്കുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മെയ് 25 വരുമ്പോൾ അല്പം മോശം നക്ഷത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആവില്ല. മൂലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മോശം നക്ഷത്രമായിരിക്കും, ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് കരുതി അല്പം ഇല്ലുമിനാറ്റികളെ വെറുതെ വിട്ടതായിരിക്കാം അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ തന്ത്രമാണ്. മെയ് 25 എന്ന് പറയുന്നത് മെയ് 1 എന്ന് പറഞ്ഞാൽ ഇല്ലുമിനാറ്റികളുടെ ഇഷ്ടസംഖ്യയാണ്. മെയ് 1 ബവേറിയ ഇല്ലുമിനാറ്റി സ്ഥാപിക്കപ്പെട്ടത്. അപ്പം മെയ് അവർക്ക് ഇഷ്ടപ്പെട്ട സംഖ്യയാണ്. അപ്പം മെയ്യിൽ ജനിച്ചത് കൊണ്ട് അവരുടെ ആളാണ് എന്ന് അവർക്ക് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ പിന്നെ നിരീശ്വരവാദിയുടെ ലൈനിലായിരുന്നു. നിസ്കാരമൊന്നുമില്ലായിരുന്നു. നിരീശ്വരവാദിയായ നമ്മുടെ ഒരു കുടുംബക്കാരനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഒക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇവന് ഇല്ലുമിനാറ്റി സാത്താനിൻ്റെ ആളാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ തെറ്റുകളും തിന്മകളൊക്കെ എന്നിൽ വന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഭൂമിയിൽ എല്ലായിടത്തും ഈ ശപിക്കപ്പെട്ട ഇബ്ലീസ് പിന്നെ സൈന്യങ്ങൾ അയച്ചു കൊണ്ടിരിക്കും. അള്ളാഹു പിന്നെ ഇതിൽ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് മാലാഖമാരെ അയച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ആരാന്നൊക്കെ നോക്കുകയും അവർ എന്നിട്ട് അള്ളാഹുവിനോട് റിപ്പോർട്ട് സമർപ്പിക്കുകയും അള്ളാഹു സന്തോഷിക്കുകയും ചെയ്യുന്നത് ഖുർആനിലും ഹദീസിലും പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ശപിക്കപ്പെട്ട ഇബ്ലീസിനും അവന് സൈന്യങ്ങളുണ്ട്. അവന് ഇങ്ങനെ ഭൂമി എല്ലായിടത്തും നോക്കി ഓരോ വ്യക്തികളുടെ കുട്ടികളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പൊതുവെ നിസ്കാരം ഒന്നുമില്ലായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ അതുപോലെ തെറ്റുകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത് മാത്രമല്ല ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് സ്റ്റാർ വരയ്ക്കുന്നത് വലിയ ഇഷ്ടമാണ്. 5 ഇതിലുള്ള സ്റ്റാർ ഒരിക്കലും മദ്രസയിൽ ഒരു കുട്ടി ഇങ്ങനെ സ്റ്റാർ വരച്ചു. എന്തൊരു കാര്യം ചെയ്താലും അതിങ്ങനെ അതിൻ്റെ പിന്നാലെ കുറേ കാലം പോവും. അത് വലിയ താല്പര്യത്തോടു കൂടി അങ്ങനെ എപ്പോൾ നോക്കിയാലും കയ്യിൽ കിട്ടിയാൽ ഏത് പുസ്തകത്തിൽ സ്റ്റാർ വരയ്ക്കും. അപ്പം ശപിക്കപ്പെട്ട ബീസിൻ്റെ കൂട്ടാളികൾ ഇങ്ങനെ ഭൂമിയിലെ എല്ലാ കുട്ടികളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം
പിന്നെ സ്റ്റാർ വരയ്ക്കുന്നുണ്ടപ്പോൾ ഒരു ചോദിച്ചിട്ടുണ്ടാവും, സ്റ്റാർ ഇവരെ ചിഹ്നമാണല്ലോ, ഇലിമിനേറ്റർ ചിഹ്നമാണല്ലോ, അപ്പം നമ്മളെ ആളാണെന്ന് കരുതുകയും എന്നെ കൊല്ലാതെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ടാവാം. ഒരു കെൻഡി എന്ന കുട്ടിയുടെ കഥ ഞങ്ങൾക്കറിയാമല്ലോ. ചെറുപ്പത്തിലെ ആ കുട്ടി പല ചിത്രങ്ങളുമൊക്കെ വരയ്ക്കും. ഒരു നല്ല മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. അപ്പോൾ സ്ത്രീകളുമായിട്ട് അകൽച്ച ആണ് കുട്ടിക്ക്. സ്ത്രീകളുമായി പെണ്ണുങ്ങൾ വന്ന് പരദൂഷണം പറയുന്ന ആ കുട്ടിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. അധികം സംസാരിക്കുന്ന ഇഷ്ടമില്ലായിരുന്നു. നല്ല ചിത്രം വരയ്ക്കും, നല്ല ഭംഗിയായ ചിത്രം വരയ്ക്കും, സത്യം പറയും. അതുപോലെ സ്കൂളിൽ ഇല്ലുമിനാറ്റി ഭരണകൂടമായ സ്കൂളുകളിൽ പോകുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ അധികം പ്രശംസിക്കുന്ന ഇഷ്ടം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ ഒരുപാടുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഈ ശപിക്കപ്പെട്ട സാത്താനിസ്റ്റുകൾ കൊന്നു. കൊല്ലാൻ കാരണം എന്താണ്? കുട്ടിക്ക് പിന്നെ പലരും കുട്ടിയുടെ അസൂയ വെച്ച് പുലർത്തി. അങ്ങനെ കുട്ടിക്ക് തലക്കൊരു ക്യാൻസർ വന്നു. ക്യാൻസർ ഉണ്ട് എന്നൊക്കെ പറയിക്കാനും ഇവർക്ക് ആളുകളുണ്ടല്ലോ. അവർ ആലപ്പുഴ ആശുപത്രി, അവരുടെ മാഫികളാണ് ആലപ്പുഴകൾ. അപ്പോൾ അവർ പറഞ്ഞു കുട്ടി തലയ്ക്ക് ക്യാൻസറാണ്, അങ്ങനെ കുട്ടിയുടെ മുടി മുറിക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് മുടി എന്ന് വെച്ചാൽ അതിൻ്റെ ജീവനായിരുന്നു. അങ്ങനെ മുടി മുറിച്ചപ്പോൾ തന്നെ കുട്ടിയുടെ അതിലെ ശക്തിയും ചോർന്നു പോയി. അത് മാനസികമായിട്ടുള്ളത് കേട്ടോ, അല്ലാണ്ട് മുടിക്ക് കഴിവുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് മുടിയുടെ അത്ര ഇഷ്ടം ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം തകർന്നതുമായിട്ട് തോന്നും. അങ്ങനെ ആ കുട്ടിയെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞ കുട്ടി ആ ക്യാൻസർ മൂലം മരണപ്പെടുകയും അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മനസ്സിൽ തെറ്റ് ഓർമ്മക്കുറവ് സംഭവിപ്പിച്ച് ചെയ്യിക്കാനും കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഡോക്ടർക്ക് കത്തി പിന്നെ ശരീരത്തിൽ വെച്ച് മറപ്പിക്കാനൊക്കെ ശപിക്കപ്പെട്ട ബേസിന് കഴിയും. രക്തം സഞ്ചരിക്കുന്ന വഴിയിലൊക്കെ ചെറുത്താൻ സഞ്ചരിക്കുമല്ലോ. അതുകൊണ്ട് അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ എളുപ്പം കൊല്ലാനൊക്കെ കഴിയും. അങ്ങനെ ആ കുട്ടിയെ കൊന്നു. അങ്ങനെ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നല്ല നല്ല ആൾക്കാരൊക്കെ അവർ ശപിക്കപ്പെട്ട ഇല്ലുമിനാറ്റികൾ കൊന്നൊടുക്കുകയാണ്. ഇവിടെ കൊല്ലാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് എൻ്റെ ജനന സർട്ടിഫിക്കറ്റുള്ള വ്യത്യാസം കൊണ്ടും, അതുപോലെ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്റ്റാർ വരയ്ക്കുന്നത് കൊണ്ടും, അതുപോലെ ചില തെറ്റുകുറ്റങ്ങൾ, ചില കളവുകളൊക്കെ പറയുന്നത് കൊണ്ടും ആയിരിക്കും അവരെന്നെ കൊല്ലാതെ വിട്ടത്. അപ്പോൾ ഇപ്പം അവർക്ക് ഒന്നുകൂടി ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളർന്നതിലെ അടക്കമരമാകുമ്പം മടിയിലൊക്കെ വലുതായി കഴിഞ്ഞാലേ പിന്നെ കവുങ്ങാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം വളർന്ന് വലുതായിപ്പോയി. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു. ദിവസവും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കൊല്ലാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവർക്ക് കൊല്ലാൻ കഴിയാത്തത്. പിന്നെ പോളിയോ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ എന്നെ ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ വല്യമ്മ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ. നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലും സൂപ്രണ്ടിൻ്റെ ഒരു പവറായിരുന്നു വല്യമ്മക്ക്. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ ചിലപ്പോൾ സ്കൂൾ അവധിയുള്ള സമയത്തൊക്കെ വല്യമ്മൻ്റെ കൂടെ ഒക്കെ പോവും ആശുപത്രിയിൽ. വല്യമ്മ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. എന്താ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ നിരന്ന് നടക്കും, മറ്റുള്ളവർക്കൊന്നും പോകണ്ടേ. എല്ലാവരും പേടിക്കും വല്യമ്മനെ കാണുമ്പോൾ. വല്യമ്മ എന്തോ ഒരു സംഭവമാണെന്ന് കരുതും. വല്യമ്മ കാണാൻ അല്പം സൗന്ദര്യവുമുണ്ട്, അപ്പം നീളമൊക്കെ ഉണ്ട്, ഹൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയപ്പെടും. അന്ന് അത്രക്കൊന്നും വീടില്ലാത്ത ആൾക്കാരുമാണല്ലോ. അപ്പം ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ വല്യമ്മക്ക് വലിയ പവറുണ്ട്, അതുപോലെ വലിയ സംസാര ചാതുര്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നെ പോളിയോ വെക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും, അങ്ങനെ ഞാൻ നമ്മുടെ മനസ്സിലൊരു നന്മ ഉണ്ടാവുമല്ലോ, ശരീരത്തിലൊരു മലക്കുണ്ടാവില്ല. മലക്കിന് ഒരിക്കലും ഇഷ്ടമല്ലല്ലോ ഇത് തിന്മയുടെ കേദാരമാണ് ആലോപ്പതി. അതുപോലെ ഈ പോളിയോ വാക്സിൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര മനുഷ്യന് ഹാനികരമാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഉറക്കത്തിൽ കരയാൻ തുടങ്ങി. ആശുപത്രിയിൽ പ്രവേശിക്കുന്നവർ ഭയങ്കര ഉറക്കനൊക്കെ അറിയാൻ തുടങ്ങി. കുത്തിവെക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര കരച്ചിൽ. പുറത്തേക്ക് പോയാൽ ഒരു കരച്ചിലും ഇല്ല. അപ്പോൾ ഡോക്ടർ പറയുമ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് കരച്ചിൽ മാറ്റിക്കൊണ്ടുവരും. പുറത്ത് പോയി നല്ല ഹാപ്പി ആയിട്ട് വരും. ആശുപത്രി കയറുമ്പോൾ പിന്നെയും കരയാൻ തുടങ്ങും. അങ്ങനെ സിസ്റ്റർ അങ്ങനെയൊക്കെ പിന്നെ പോളിയോ കുത്തിവെക്കുകയും അങ്ങനെ സൂചി വളയുകയും ചെയ്തു. വല്യമ്മയുടെ ദേഷ്യം പിടിച്ച് സംസാരിച്ചു. കയർത്തുന്നു, അറിയാത്തവരെന്ത് പണിക്ക് നിൽക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കാണാപ്പാടം പഠിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് വല്യമ്മയോട് കയർക്കുകയും അങ്ങനെ പോളിയോ വെക്കാതെ പോവുകയും എൻ്റെ കയ്യിൽ ചെറിയ ഭാഗത്തൊരു ചെറിയൊരു അടയാളം ഒക്കെ വരികയൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം പറഞ്ഞ്
പിന്നെ വല്ലാതെ പനിക്കുകയും ചെയ്തു. അത് വെച്ച ശേഷം വല്ലാതെ പനിച്ചു. പിന്നെ ശേഷം ഒരു കുത്തിവെപ്പ് എടുത്തിട്ടില്ല, എനിക്ക് ഒരു കുത്തിവെപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അതാണ്. പിന്നെ TT ഒക്കെ എടുത്തിട്ടുണ്ട്. TT ഒന്നും അത്രക്കൊന്നും ഹാനികരമല്ല. ചുരുക്കി പറഞ്ഞാൽ പോളിയോ ഒക്കെ മനുഷ്യനെ പിശാചിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ആ പോളിയോ കുത്തിവെച്ചവന് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും മഹദി ഇമാം ആവാൻ കഴിയില്ല. കാസിം ഉസ്താദ് ഇപ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, മദീനക്കാരൻ ഒരിക്കലും മഹദി ആവില്ല. കാരണം മദീന വെച്ചാൽ സാത്താനിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായി പോയി. ഇപ്പോൾ വഹാബികളുടെ രാജ്യം. മഹദി അതുപോലത്തെ പോളിയോ വാക്സിൻ വെച്ച വ്യക്തിയും മഹദി ഇമാം ആവില്ല. അതൊരു സാത്താനിക് അജണ്ടയുടെ ഭാഗമാണ്. ചില സാത്താനിക് മരുന്നുകൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു മാലാക, മനുഷ്യ ശരീരത്തിൽ മാലാകന്മാരുണ്ടാവില്ല. മാലാകയ്ക്ക് ഒരിക്കലും വസിക്കാൻ പറ്റാത്തൊരു കൂടാക്കി മാറ്റുന്ന ഒരു സാധനമാണ് പോളിയോയിലുള്ളത്. മാരകമായ അതിമാലിന്യമായ വസ്തുക്കൾ ഈ പോളിയോ വാക്സിനിലുണ്ടാവും. ഒന്നെങ്കിൽ നായയുടെ മൂത്രം, പന്നിയുടെ മൂത്രം, അല്ലെങ്കിൽ പന്നിയുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ ആയിരിക്കും പോളിയോയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ മാലാകന്മാർ ആ കുത്തിവെച്ച വ്യക്തിയുടെ ശരീരത്തിൽ മാലാകന്മാരുണ്ടാവില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ പോളിയോ വാക്സിനൊക്കെ വെക്കുന്നത്. അള്ളാഹു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിന്നെ ചെകുത്താനെ അള്ളാഹു കബളിപ്പിച്ചു. അവൻ്റെ തന്നെ സൈന്യങ്ങൾ ഉപയോഗിച്ച് തന്നെ അവനക്ക് നെറ്റിൻ്റെ പണി കൊടുത്തു അല്ലേ. ഭയങ്കര സൂത്രശാലിയാണല്ലോ കാക്ക. എന്നിട്ട് ആ കാക്കയുടെ കൂട്ടിൽ പോയിട്ട് കുയിൽ പോയി മുട്ടയിടുന്നത് കാക്ക കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ശപിക്കപ്പെട്ട അതീവ തന്ത്രജ്ഞന, അതീവ കുരുട്ടുബുദ്ധിക്കാരനായ ആ ശപിക്കപ്പെട്ട ഇബ്ലീസിന് അവൻ്റെ കേന്ദ്രത്തിൽ കൂടെ തന്നെ പണി കൊടുത്തൂലേ. അവൻ്റെ കേന്ദ്രമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിലെ പിന്നെ അധ്യാപകന് അവനക്ക് നെട്ട് പണി കൊടുത്തൂലേ. SSBക്ക് പേര് മാറ്റി എഴുതാൻ പറഞ്ഞു. അങ്ങനെ അല്ല, ജന്മദിനം മാറ്റി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ജന്മദിനം മാറ്റിയത് അത് അവർക്ക് നെറ്റിൻ്റെ പണിയായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ഭയങ്കര തന്ത്രജ്ഞനാണ്. അപ്പോൾ ഈ തന്ത്രം മൂലം ശപിക്കപ്പെട്ട ഇബ്ലീസിന് ഞാനാണ് കൽക്കി അവതാരം എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും അങ്ങനെ അള്ളാഹു ഒരു പരിപൂർണ വ്യക്തിയായിക്കൊണ്ട് എന്നെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു അല്ലേ. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഒരു കൂമ്പാദ്യം ഒരു വിള കൂമ്പാദ്യം പുറത്തു വീഴുന്നു, പിന്നെ അത് കർഷകർക്ക് കൗതുകം ജനിപ്പിച്ചുകൊണ്ട് അത് കൂമ്പിൽ നിറഞ്ഞു നിന്നു എന്ന് പറയുന്നത് പോലെ അള്ളാഹു പതുക്കെ വളർത്തിക്കൊണ്ടുവന്നു. എല്ലാ തിന്മയുടെ വളർത്തിക്കൊണ്ടു വെച്ചാൽ തിന്മയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സിനിമയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ സമയം വരകാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയില്ലേ. അതിനെപ്പറ്റി അറിയണമെന്നൊക്കെയല്ലേ അത് എടുക്കാൻ കഴിയുള്ളൂല്ലേ. ഒറ്റയടിക്ക് ടൈലറിങ്ങിൻ്റെ കട്ടിങ് പണി മാത്രം പഠിച്ചവനക്ക് പെട്ടെന്ന് ഒരാൾ പാൻറ്റിന് കുടുക്ക് പൊട്ടി തുന്നണമെന്ന് പറഞ്ഞാൽ അവനക്കറിയില്ല മേൽപോട്ട് കാണാൻ. അവന് കുടുക്ക് തുന്നി പഠിച്ചിട്ടില്ല. ഒറ്റയടിക്ക് അവന് ടൈലറിങ്ങിൻ്റെ കട്ടിങ് ഭാഗം മാത്രമാണ് പഠിച്ചത്. പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യണം, കോട്ട് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ അവനക്ക് ഒരു കുടുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ തുന്നാനും അവനക്ക് അറിയില്ല. തുന്നൽ പണി അവന് പഠിച്ചിട്ടില്ല. ഇസ്തിരി ഇടാനും അവനക്ക് അറിയില്ല. അപ്പോൾ ഇവളുടെ എല്ലാ മേഖലയിൽ കൂടി അള്ളാഹു വളർത്തിക്കൊണ്ടു, തിന്മയിലൂടെയും നന്മയിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത് എല്ലാ അറിവും നേടാൻ വേണ്ടിയിട്ട് അല്ലേ. മനുഷ്യന് പിന്നെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞല്ലോ. ഇനി മനുഷ്യനെ അറിയാത്തതും പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ അറിവുകളും മനുഷ്യനെ അറിവിൽ പരിപൂർണനാക്കുക, എന്നിട്ട് മറ്റുള്ള ലോക ജനങ്ങൾക്ക് നേതാവാക്കി മാറ്റുക എന്നൊക്കെയായിരിക്കും അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അവനിഷ്ടപ്പെട്ട അതിൻ്റെ അടിമയിലൂടെ അള്ളാഹു നടപ്പിലാക്കുമാറാകട്ടെ. പരിശുദ്ധനായ നാഥാവിൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥം യഥാവിധി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഭാഗ്യം നീ നമുക്ക് ഏവർക്കും നൽകണമേ. എനിക്കും നീ നൽകണ തമ്പുരാനെ. എൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ആമീൻ.